പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മൾ ആ തപസ്സിൻ്റെ വലിയൊരു ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയമാണ്. ഉപവാസത്തെക്കുറിച്ച് ജോസഫ് അച്ഛൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഉപവാസം എന്ന വാക്കിൻ്റെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരർത്ഥം എന്താണ്? ഉപവസിക്കുക എന്ന് വെച്ചാൽ കൂടെ വസിക്കുക. ആരുടെ കൂടെ? ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്തിരുന്ന്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. ഈശോയുടെ അടുത്തിരുന്ന് ഈശോയെ കേട്ടിരിക്കുന്ന സമയമാണ് ഈ ഉപവാസ ധ്യാനം, ഈ തപസ്സിൻ്റെ മണിക്കൂറുകൾ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അടുത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വിശുദ്ധ കുർബാനയുടെ സമയത്ത്, ആരാധനയുടെ സമയത്ത്, ബൈബിൾ എടുത്ത് കൈ പിടിക്കുമ്പോഴെല്ലാം ആ ജീവനുള്ള ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുന്നു, അവിടുത്തെ ചൂട് നമ്മൾ അറിയുന്നു, അവിടുത്തെ സ്നേഹം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമുക്ക് ഇന്നലെ വായിക്കാൻ തന്ന വചനഭാഗം എടുക്കാം. 139 സങ്കീർത്തനം വായിച്ചായിരുന്നോ? 139 സങ്കീർത്തനം നിങ്ങൾ തീർച്ചയായിട്ടും നേരത്തെയൊക്കെ ഒത്തിരി തവണ വായിച്ചുള്ള വചനഭാഗമാണത്. എല്ലാം അറിയുന്ന ദൈവം, നമ്മളെ കാണുന്ന ദൈവം, എല്ലാം കാണുന്ന കർത്താവ്, സർവശക്തനായ ദൈവം. സങ്കീർത്തനം 139 ദാവീദിൻ്റെ സുന്ദരമായ വലിയ അഭിഷേകത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. 139 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വലിയൊരു ബോധ്യത്തോടെ വായിക്കാം. വായിക്കുമ്പോൾ ആ വചനം വിശ്വസിക്കണം. വിശ്വസിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ 30 അല്ല 60 അല്ല, എത്ര മേനി? ഉറക്കെ പറ, എത്ര മേനി? 100 മേനി. 139 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഉറക്കെ നമുക്ക് വായിക്കാം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. ഒരിക്കൽ കൂടി വായിച്ചേ. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ തോറ്റിങ്ങനെ ചമ്മിയൊക്കെ നിൽക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പം പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, പാപങ്ങളൊക്കെ ചെയ്ത് നിൽക്കുകയായിരിക്കും. നമ്മളിപ്പോൾ ഭയപ്പെട്ട് നിൽക്കുകയായിരിക്കും. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ധ്യാനം കൂടുന്ന എന്തിനാണെന്ന് അറിയത്തില്ല, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് അറിഞ്ഞുകൂടാ. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വൺ ആഫ്റ്റർ അനദർ മണ്ടത്തരങ്ങളിലേക്കും തെറ്റുകളിലേക്കും ഒക്കെ പോകുന്നു, അബദ്ധങ്ങളുടെ ഘോഷയാത്ര. പക്ഷെ നമുക്കിപ്പോൾ തല നേരെ നിൽക്കാൻ, നമുക്കൊന്നുകൂടെ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കാനുള്ള കോൺഫിഡൻസ് ഇതാണ്. 139 സങ്കീർത്തനം 5-ാം വാക്യം. മുൻപിലും പിൻപിലും ആരെനിക്ക് കാവൽ നിൽക്കുന്നു? എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ എനിക്ക് കാവൽ നിൽക്കുന്നു. അടുത്ത വാക്യം, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കരം വെച്ചാലുള്ള ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? കരം വെച്ചാലുള്ള അനുഗ്രഹം എന്താണെന്നറിയോ? കൈവച്ചാൽ പവിത്രൻ എടുക്കാൻ ഇച്ചിരി നേരം താമസിക്കുന്നൊക്കെയാണ്. പക്ഷെ കർത്താവ് കരം വെച്ചാൽ എടുക്കാൻ താമസിക്കുന്നില്ല, കർത്താവ് എടുക്കില്ല കൈ. ആ കൈ അവിടെ ഉണ്ടെങ്കിൽ ഉപകാരം എന്താണെന്നറിയോ? ഞാനൊരു പാപത്തിലേക്ക് വീണു പോവുകയാണെങ്കിൽ ആ തോളയിൽ ഒരു അമർക്കൽ, ഒരു പ്രസ്സിങ് ഉണ്ടാവും. പോവല്ലേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തുന്ന കൈ. ഞാനൊരു കുഴിയിലേക്ക് വീണു പോവുകയാണെങ്കിൽ എന്നെ താങ്ങി നിർത്താൻ ആ കൈയുണ്ട്. ഞാൻ അഹങ്കരിച്ചാൽ എന്നെ താത്തി നിർത്താൻ ഒരു കൈയുണ്ട്. ഞാൻ വീണു പോയാൽ എന്നെ ഉയർത്തിപ്പിടിക്കാനും ആ കൈയുണ്ട്. കർത്താവിൻ്റെ കരം എപ്പോഴും എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഞാൻ മുമ്പോട്ട് പോകേണ്ടത് ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്തുകൊണ്ട്, ചുമ്മാ പറഞ്ഞു തരികയല്ല, എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, എൻ്റെ തോളെ കൈ വെച്ചുകൊണ്ട് ഒരാൾ എൻ്റെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പാട്രിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഏത് രാജ്യത്തിൻ്റെ മധ്യസ്ഥനാണ്? അയർലൻഡിൽ പോകാനുള്ളവരെല്ലാം ശക്തമായിട്ട് വിശുദ്ധ പാട്രിക്കിനോട് മധ്യസ്ഥം വഹിച്ചോളുക. നല്ല മിടുക്കനായ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. ക്രൈസ്റ്റ് അബവ് മീ, ക്രൈസ്റ്റ് ബിനീത്ത് മീ, ക്രൈസ്റ്റ് അറൗണ്ട് മീ. ക്രിസ്തു എൻ്റെ മുകളിൽ, ക്രിസ്തു എൻ്റെ ചുറ്റും, എൻ്റെ പുറകിൽ, എല്ലായിടത്തും. ധ്യാനം കഴിഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. സെയിൻറ്റ് പാട്രിക്സ് പ്രെയർ. പാട്രിക്, വിശുദ്ധ പാട്രിക് പുണ്യാളൻ്റെ പ്രാർത്ഥന. ക്രിസ്തു എൻ്റെ മുമ്പിൽ, ക്രിസ്തു എൻ്റെ പുറകിൽ, ക്രിസ്തു എൻ്റെ ചുറ്റും, എൻ്റെ ഉള്ളിൽ, എല്ലായിടത്തും ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനഭാഗം ഒരിക്കൽ കൂടി ഉറക്കെ വായിക്കുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. 10-ാമത്തെ വാക്യം വായിച്ചേ. അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. എന്ന് വെച്ചാൽ വിജയം നൽകുന്ന കർത്താവിൻ്റെ കൈ. നിങ്ങൾ വചനത്തിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഇത് കാണാൻ പറ്റും. കർത്താവിൻ്റെ കരം. ഈ കരം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കരം എപ്പോഴും സൂചിപ്പിക്കുന്ന അധികാരത്തെയാണ്. അധികാരത്തെ നമ്മൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കും, ഈജിപ്തിൻ്റെ കരം അവരുടെ മേൽ ശക്തിപ്പെട്ടു, മീദിയാൻകാരുടെ കരം അവരുടെ മേൽ ശക്തിപ്പെട്ടു, ബാബിലോണിൻ്റെ കരം അവരുടെ മേൽ പതിച്ചു. എന്ന് വെച്ചാൽ കൈവച്ച് തല്ലിയെന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ? അല്ല. കരം, ദ ഹാൻഡ് സ്റ്റാൻഡ്സ് ഫോർ പവർ, അതോറിറ്റി. ഈജിപ്തിൻ്റെ കരം ഇസ്രായേലിൻ്റെ മേൽ പതിച്ചു എന്ന് വെച്ചാൽ അവരുടെ അധികാരം ഇസ്രായേലിൻ്റെ മേൽ വീണു. പറഞ്ഞേ ഹല്ലേലൂയ. ആ കരം എപ്പോഴും എന്തിൻ്റെ സൂചനയാണ്? അധികാരത്തിൻ്റെ സൂചന. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. 10-ാം വാക്യം ഇങ്ങനെയാണ്, അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. ബോധ്യം കിട്ടേണ്ട ഇതാണ്, എൻ്റെ മേലുള്ള സർവ്വ അധികാരവും ആർക്കാണ്?
കിട്ടുന്നുണ്ടോ? കരം പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഈ അബദ്ധം പറ്റിപ്പോയത്, അച്ഛൻ്റെ കൂടെ നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആർക്കൊക്കെയോ നമ്മൾ കൈ കൊടുത്തതിൻ്റെ പേരിൽ പറ്റിയ അബദ്ധങ്ങളാണ്. ചുമ്മാ ഷെയ്ക്കാൻ്റെ കൊടുത്തതിനെ കുറിച്ചല്ല ഞാൻ പറയണേ. ഇപ്പോൾ ഒരു ദുശീലത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആർക്കോ കൈ കൊടുത്തു. ആർക്ക്? നിങ്ങളെ പ്രലോഭിപ്പിച്ച ആ പ്രലോഭനകന് നിങ്ങൾ കൈ കൊടുത്തു. പിശാചിനായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെ ആ ദുശീലത്തിലേക്ക്, നിങ്ങളെ ആ പാപത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച, നിങ്ങളെ ഒന്ന് ആ പാപത്തിന് വേണ്ടി ഉത്തേജിപ്പിച്ച ആ ആൾക്ക് നിങ്ങളൊരു കൈ കൊടുത്തു. ശരിയാണോ? കൈ കൊടുത്താൽ എന്ത് കിട്ടി? ആ കൈ കൊടുത്ത ആൾക്ക് നിങ്ങളുടെ മേൽ നിങ്ങളൊരു അധികാരവും കൂടെ കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിപ്പോൾ ഈ ആരാധിച്ച്, നമ്മൾ ഈ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരം ഒരു നിമിഷത്തേക്ക് നമ്മൾ മറന്ന സമയത്ത് കൈ നീട്ടിയ ഒരു 100 പേര് നമ്മുടെ ചുറ്റും നിന്നു. ആ പാപത്തിൻ്റെ കൈ, ഈ പ്രലോഭനത്തിൻ്റെ കൈ, ഈ അബദ്ധത്തിൻ്റെ കൈ, ഈ ചീത്ത ബന്ധത്തിൻ്റെ കൈ, ഈ ദുശീലത്തിൻ്റെ കൈ എല്ലാം നമ്മുടെ നേരെ ഇങ്ങനെ നീട്ടി നിന്നു. കർത്താവിൽ നമ്മുടെ കരം പിൻവലിച്ചു. കർത്താവിൻ്റെ കരം നമ്മൾ കാണാതെ പോയി. ആ അധികാരത്തെ ഒരു നിമിഷത്തേക്ക് മറന്നു. ചുറ്റുമുള്ള എല്ലാ കൈകളും നമ്മളിങ്ങനെ മാടി വിളിച്ചു. നമ്മൾ കൈ കൊടുത്തതെല്ലാം നമ്മുടെ മേലൊരു അധികാരം ഏറ്റെടുത്തു. പിടിയിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ ആ സങ്കടത്തിനായിരിക്കാം നിങ്ങളുടെ മേൽ അധികാരം, ഒരുപക്ഷെ ആ കടബാധ്യതയ്ക്കായിരിക്കും നിങ്ങളുടെ മേൽ അധികാരം, നിങ്ങളെ വിഷമിപ്പിച്ച ആ വ്യക്തിക്കായിരിക്കാം നിങ്ങളുടെ മേൽ അധികാരം. ഈ വചനം കേൾക്കാൻ ഇവിടെ വന്നു ചേർന്നപ്പോൾ അങ്ങനെ ഒരു കരം നിങ്ങളെ ഇങ്ങനെ അമർത്തി, എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ചവിട്ടി താഴ്ത്തി പിടിച്ച് ഇങ്ങനെ നിർത്തിയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ വെച്ച് ആരാധിച്ച ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ മേൽ കരം വെച്ചിരിക്കുന്നത് പിശാചല്ല, രോഗമല്ല, കടബാധിതയല്ല, എന്നെ വീഴ്ത്തിക്കളഞ്ഞ മനുഷ്യരല്ല, എന്നെ ശപിച്ച മനുഷ്യരല്ല, എന്നെ മാറ്റി നിർത്തിയവരോ, എന്നെ ഒറ്റുകൊടുത്തവരോ, എന്നെ ഒറ്റപ്പെടുത്തിയവരോ അല്ല. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ, ആരുടെ കരമാണ് എൻ്റെ മേലുള്ളത്? അയ്യോ ഇങ്ങനെ പറഞ്ഞ് ഷോ എന്ന് പറയാതെ ഈശോ വരെ ഉറങ്ങിപ്പോ. ആരുടെ കരമാണ്? സർവശക്തനായ കർത്താവിൻ്റെ കരമാണ് എൻ്റെ മേലുള്ളത്. നമുക്ക് രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പക്ഷേ അധികാരം ആർക്കാണ്? കർത്താവിന് മാത്രം. പറഞ്ഞേ ഹല്ലേലൂയാ. അധികാരം ഈശോയ്ക്കല്ലാതെ മറ്റൊന്നിനും നമ്മുടെ മേൽ അധികാരം വിട്ടുകൊടുക്കരുത്. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പാപത്തിനോ, എന്തെങ്കിലും ഒരു ചീത്തയായ ബന്ധത്തിനോ, എന്തിനേലും നമ്മൾ ഒരു കരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കരമെല്ലാം വിടുവിച്ച് നിങ്ങളെ മുറുകെ പിടിക്കുന്ന, നിങ്ങളെ ഇടതും വലതും മുൻപിലും പിറകിലും നിന്ന് കരം പിടിച്ച് നിങ്ങളെ നയിക്കുന്ന ആ കർത്താവിൻ്റെ കൂടെ നിന്നേക്കണം. ശക്തിയോടെ പറയാം ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 139:10 ഒരിക്കൽ കൂടി ഉറക്കെ വലിയൊരു ബോധ്യത്തോടെ അഭിഷേകത്തോടെ വായിക്കണം. അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. എന്ന് വെച്ചാൽ അങ്ങനെ കർത്താവിൻ്റെ കരം നമ്മളെ പിടിച്ച് നടത്തിയാൽ ഉള്ള ഉപകാരം എന്താണെന്നറിയോ? കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? 11-ാം വാക്യം ഉറക്കെ വായിച്ചു. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അതായത് കർത്താവിൻ്റെ കരം നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അന്ധകാരം വ്യാപിച്ച് കിടക്കുന്നു, ഇരുട്ടാണ്, കാലെടുത്ത് വെക്കേണ്ടത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ, എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അബദ്ധങ്ങളിലേക്ക്, കണ്ണുനീരുകളിലേക്കൊക്കെ പോകുന്നു. നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഇരുട്ടിൻ്റെ പടുകൂടികളായിരുന്നു, അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയാണ്. നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് സംഭവിച്ചു പോയതെന്താണ്? നമ്മുടെ മേലുള്ള കരം വിട്ടു. നമ്മുടെ മേലുള്ള ഈശോയുടെ അധികാരത്തെ നമ്മൾ മറന്നു പോകുന്ന സമയത്ത് ഈ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, ഈ രോഗത്തെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, ഈ ക്രൈസിസുകളുടെ മുമ്പിൽ നമ്മൾ തല കുമ്പിട്ട് പോകും. പക്ഷെ വചനം ഒരു വാഗ്ദാനം തരികയാണ്, കർത്താവിൻ്റെ കരം നിൻ്റെ മേലുണ്ടെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പം ഈ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇരുട്ടിലും, ഈ കടം കയറി നിൽക്കുന്ന ഇരുട്ടിലും, വീട്ടിൽ ഈ സമാധാനമില്ലാത്ത ഇരുട്ടിലും, ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഈ അന്ധകാരത്തിലും, ഒരിക്കൽ ഒരുമിച്ചായിരുന്ന പലതും ഇന്ന് വിഘടിച്ച് നിൽക്കുന്ന ഇരുട്ടിലും, എൻ്റെ കൂടെ ആരുമില്ലെന്ന് തോന്നിപ്പോകുന്ന രാത്രിയേക്കാൾ വലിയ ഇരുട്ടിലും, പകല് പോലും ഇരുട്ടാക്കി തീർക്കാൻ പറ്റുന്ന ദുഃഖത്തിൻ്റെ അന്ധകാരത്തിൻ്റെ സമയങ്ങളിലും, ഇരുട്ട് പോലും എൻ്റെ കർത്താവിന് ഇരുട്ടായിരിക്കില്ല. ഇരുട്ടത്ത് പോലും എനിക്ക് വെളിച്ചം തരാൻ പറ്റുന്ന കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഞാൻ തട്ടിത്തടഞ്ഞ് വീഴില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അത് കർത്താവ് കൈ കൊടുക്കുന്നവന് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. പറ്റിക്കില്ലെന്ന്. നമ്മൾ ചിലപ്പോൾ കാലൊന്ന് ഇടിച്ചേക്കാം, മുട്ട് വേദനിച്ചേക്കാം,
ദൈവമേ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാ വെക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കരം എൻ്റെ മേൽ ഉണ്ട്, ഒരു കരം എൻ്റെ മേൽ ഉണ്ട്. ആ കരം വിട്ടുപോയാൽ നമ്മൾ അബദ്ധത്തിലേക്ക് പോകും, അപകടങ്ങളിലേക്ക് പോകും. ഈശോയുടെ കരം മുൻപിലും പിൻപിലും എന്നെ നയിക്കുന്ന കർത്താവിൻ്റെ കരം, ആ കരം വിട്ടെങ്ങോട്ടും പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം എടുക്കാവോ? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്. യാക്കോബ് തൻ്റെ മക്കളെയെല്ലാം, തൻ്റെ മക്കളെയും ജോസഫിൻ്റെ മക്കളെയെല്ലാം വിളിച്ചിങ്ങനെ അനുഗ്രഹിക്കുന്ന സമയമാണ്. 49 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ജോസഫിനെ യാക്കോബ് പിതാവ് ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കിട്ടിയോ? നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഇന്നലെ വൈകിട്ട് നമ്മളിങ്ങനെ ഒരു നീരുറവ ബലം ചൂടും എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, ഓർക്കുന്നുണ്ടോ? ഏശയ്യാ 44 നമ്മൾ വായിച്ചേ, തഴച്ചു വളരും മരുഭൂമിയിൽ നീരുറവ ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 49 അധ്യായം 22 വാക്യം വായിക്കാം. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്, അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. ഇപ്പൊ ജോസഫിനെ, പഴയ നിയമത്തിലെ ജോസഫിനെ അറിയാലോ അല്ലേ? യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാളായിരുന്നു. യാക്കോബ് ഒത്തിരിയധികം സ്നേഹിച്ച ജോസഫ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് പ്രിയപ്പെട്ട ഒരാൾ ചതിക്കപ്പെട്ട് പിന്നീട് കാരാഗൃഹത്തിൽ വീണ് അവിടെ നിന്ന് കർത്താവ് ഈജിപ്തിൻ്റെ സിംഹാസനത്തിലേക്ക് പിടിച്ചുയർത്തിയ, കർത്താവ് സ്വപ്നങ്ങൾ കൊടുത്ത, ആ സ്വപ്നങ്ങൾ കർത്താവ് തന്നെ കൂടെ നിന്ന് അനുഭവമാക്കി കൊടുത്ത, ഫലമാക്കി കൊടുത്ത ആ ജോസഫിനെ കുറിച്ച് പിതാവ് ഇങ്ങനെ പറയുക, നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ആ നീരുറവ എന്താണ്? വചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നീരുറവ പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവസാന്നിധ്യം, വിശുദ്ധി. ആ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജോസഫ് എങ്ങനെ വളർന്നു? ബലസമൃദ്ധമായ വൃക്ഷമായിട്ട് ജോസഫ് വളർന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ജോസഫേ ഇങ്ങനെ ഇരിക്കാതെ നിവർന്നിരുന്നേ, മരമൊക്കെ ഇപ്പോൾ ഒടിഞ്ഞു വീഴുന്നു, നിവർന്നിരുന്നു. ഇപ്പൊ ജോസഫ് ശക്തി പ്രാപിക്കാൻ, ജോസഫിന് ഫലം ചൂടാൻ, ജോസഫ് ഒരു വൃക്ഷമായിട്ട് പടർന്ന് പന്തലിക്കാനുള്ള കാരണം അവൻ എവിടെ നിൽക്കുന്നു? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. അടുത്ത വചനം വായിച്ചേ, അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. മതിലിന് മീതെ പടർന്നു നിൽക്കുന്നത് വെച്ചാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഈ മതിലൊരു തടസ്സമാണല്ലേ, ഗേറ്റ് നല്ല അവിടെ കൊടുത്തേക്കുന്ന മതിലാണ്. മതിലൊരു തടസ്സമാണ്, മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. ആ മതിൽ ചിലപ്പോൾ നമ്മുടെ കടമായിരിക്കാം, നമ്മുടെ രോഗമായിരിക്കാം, നമ്മുടെ സംഘർഷങ്ങളായിരിക്കാം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ നമ്മുടെ ചില അബദ്ധങ്ങളായിരിക്കാം, നമുക്ക് നാളെ ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളായിരിക്കാം. മുമ്പിലൊരു തടസ്സം നിൽക്കുകയാണ്, നമ്മുടെ ജീവിത വിശുദ്ധിയുടെ ചില കുറവുകളായിരിക്കാം, തടസ്സം നിൽക്കുകയാണ്. വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ജോസഫിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളൊക്കെ വരുമ്പോൾ, ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ, ഈ മതിലുകൾ വന്ന് നിൽക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ആ മതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കും, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാണ്. നിന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ചില സമയത്ത് ഈ മതിൽ എങ്ങനെയെങ്കിലും, ഈ തടസ്സം എങ്ങനെയെങ്കിലും ചവിട്ടി പൊളിച്ച് തകർത്ത് മുന്നേറാൻ വേണ്ടി നമ്മുടെ ശരീരം, നമ്മുടെ മുഴുവൻ ബലവും എടുക്കും, നമ്മുടെ സമയം മുഴുവൻ ഈ മതിലിൻ്റെ മുമ്പിൽ കിടന്ന് ഇടിയോടിടി, ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞ് കൈ വേദനിച്ച് തിരിച്ചു പോരും. ചാടിക്കിടക്കാൻ വേണ്ടി നമ്മൾ നോക്കും, പക്ഷെ നമുക്ക് ചാടിക്കിടക്കാൻ പറ്റാത്ത അത്ര വലിയ വേദനയും സഹനവും ഒക്കെ ആയിരിക്കാം ഈ മതിൽ. ജോസഫ് ഇടിച്ച് തകർക്കാൻ നോക്കിയില്ല, ജോസഫ് അതിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, ജോസഫ് അതിനെ ഓർത്ത് നിരാശപ്പെട്ടില്ല. ജോസഫിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിൽ മതിലുകൾ ഉണ്ടാവില്ല, സഹനങ്ങൾ ഉണ്ടാവില്ല, രോഗങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അതെല്ലാം ഉണ്ടാകും. പക്ഷേ ജോസഫിൻ്റെ ശാഖകൾ ആ മതിലിന് മീതെയും പടർന്നു നിൽക്കും. കിട്ടുന്നുണ്ടോ? അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്, മതിലിനല്ല. അച്ഛൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കുക. നമ്മൾ ഈ തപസ്സിന് എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ 5 മതിലുകളാണ് നമ്മുടെ മുമ്പിൽ. 5 മതിലുകൾ. മക്കൾ, അവരുടെ പഠിത്തം, അവരുടെ ഭാവി ജീവിതം, ജീവിത പങ്കാളി മറ്റൊരു മതിൽ, വീട്ടിലെ കടം മറ്റൊരു മതിൽ, ജോലിയില്ലാത്ത ഒരവസ്ഥ മറ്റൊരു മതിൽ, നമ്മുടെ സംഘർഷങ്ങൾ മറ്റൊരു മതിൽ. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ എത്രയോ തവണ മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. കർത്താവെ പറ്റണില്ലെന്ന് പറഞ്ഞു. ഈ മതിലൊന്ന് തകർക്കാൻ വേണ്ടി നമ്മൾ എന്തോരം പരിശ്രമിച്ചിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. ഇതൊന്ന് ചാടിക്കടക്കാൻ നോക്കിയിട്ട് പറ്റാണ്ട് നിരാശപ്പെട്ടിരുന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം നമുക്കൊരു ബോധ്യം തരികയാണ്, നീ ഈ മതിലിന് മീതെ പടർന്നു കയറും. എവിടെ നിന്നാ? നീരുറവയ്ക്കരികെ നിന്നാൽ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന കയ്യെപ്പിടി പറ. അധികാരം ഈശോയ്ക്കാണ്, തടസ്സങ്ങൾക്കല്ല. പറഞ്ഞേ. അപ്പൊ ഈശോ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനം ഇതാണ്. ജോസഫിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നൽകുന്ന വാഗ്ദാനം. തടസ്സങ്ങൾ അവിടെ ഉണ്ടാകും, മതിലുകൾ അവിടെ ഉണ്ടാകും, എന്നാൽ നിന്റെ ശാഖ ആ മതിലിന് മീതെ പടർന്നു നിൽക്കും. ശക്തിയോടെ പറ ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു സത്യം പറഞ്ഞു തരുന്ന ഒരു വചനമാണ്. വായിക്കാം. 49-23. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു, അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ജോസഫിൻ്റെ മുമ്പിലും മതിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ജോസഫിന് ഒരു ബോധ്യം, കർത്താവ് ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ എന്നെ പടർത്തും, വളർത്തും. നാട്ടുകാർ വെറുതെ ഇരുന്നോ? വീട്ടുകാരും കൂട്ടുകാരും വെറുതെ ഇരുന്നോ? ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകളിലൂടെ, ഓർമ്മകളിലൂടെ, കുത്തുവാക്കുകളിലൂടെ, ശാപവാക്കുകളിലൂടെ അപ്പുറം ഇപ്പറേ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവനെ കഠിനമായി ഞെരുക്കിക്കൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അനുഭവം ഉണ്ടോ? ഉള്ളവർ ഇങ്ങനെ തലയാട്ടണ്ട, ഇങ്ങനെ തലയാട്ടു അല്ലേ? എന്തോ ഒരു അനുഭവം. മതിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈശോയുടെ സഹായത്താൽ ഇതിൻ്റെ മുകളിൽ കയറുന്നു. ഈ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് താഴേന്ന് അമ്പ് വരണം. നമ്മൾ 130 സങ്കീർത്തനത്തിൽ വായിച്ച പോലെ മുൻപിലും പിമ്പിലും കർത്താവ് കാവൽ നിൽക്കുന്നു. പക്ഷേ യുവന്മാർ വെറുതെ ഇരിക്കുന്നില്ല. ആര്? ഈ ശത്രുക്കൾ. എന്തായി, എവിടെയായി, എവിടം വരെ എത്തി? ഒന്നും ആയില്ലേ? സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങൾ എവിടെ എത്തിയില്ലെന്ന് അറിയുമ്പോഴത്തേനും ഒരു സുഖം അല്ലേ? കല്യാണം ആയില്ലേ, കൊച്ചായി. അപ്പൊ ജോസഫിന് ഈ മതിലിന്റെ മുകളിലോട്ട് വളരുന്നു. പക്ഷെ മനുഷ്യർ ചുറ്റും നിൽക്കുകയാണ്, ശത്രുക്കൾ ചുറ്റും നിൽക്കുകയാണ്. അവരവനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, അമ്പെയ്യുന്നു. ആ അമ്പ് പല രൂപത്തിൽ വരാം. വാക്കുകളുടെ രൂപത്തിൽ വരാം, ഒരു നോട്ടത്തിൻ്റെ രൂപത്തിൽ വരാം, നിങ്ങളെ മിസ്യൂസ് ചെയ്ത അനുഭവത്തിൻ്റെ രൂപത്തിൽ വരാം, നിങ്ങളെ പറ്റിച്ചതിൻ്റെ രൂപത്തിൽ വരാം, നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ രൂപത്തിൽ വരാം. നിങ്ങളിങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കുരമ്പുകൾ ഓരോ ദിവസവും നിങ്ങളുടെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടെ നിൽക്കുന്നവരുടെ അടുത്തുനിന്ന് ആ അമ്പെയ്ത്തുണ്ടാകുമ്പോൾ അത് നമ്മളെ കൂടുതൽ മുറിപ്പെടുത്തും. ശരിയാണോ? ആണ്. മുറിവ് ഉണങ്ങില്ല. സെബസ്ത്യാനോസ് പുണ്യാളനെക്കാട്ടും മുറിവുകളാണ്. പുണ്യാളൻ രക്തസാക്ഷിയായി, നമ്മൾ വേറെ എന്തോ സാക്ഷിയൊക്കെ ആയി, വേദന കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ജോസഫ് തോറ്റുകൊടുത്തില്ല. മതിലിൻ്റെ മീതെ എന്നെ പടർത്തി നിർത്താൻ പറ്റുന്ന ഒരു ദൈവം, എൻ്റെ നേരെ വരുന്ന അമ്പുകളെയും കർത്താവ് കാണുന്നുണ്ട്. ഞാൻ തളർന്നു പോകാതിരിക്കാൻ എൻ്റെ ദേഹത്തുനിന്ന് രക്തം വീണാലും, എൻ്റെ മനസ്സ് തകർന്നു പോയാലും എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്തോത്രം പാടുന്ന, ഞാൻ ഹല്ലേലൂയ പാടി ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. അവിടുത്തെ കരം എൻ്റെ മേലുണ്ടെന്ന് ബോധ്യം കിട്ടിയ ആ ജോസഫിനെ പിതാവ് ഒരു വാക്കും കൂടെ പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. 49-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ശത്രുക്കൾ അമ്പെയ്തുകൊണ്ടിരുന്നു, എന്നാൽ ഉറക്കെ വായിച്ച് 24-ാം വാക്യം, എന്നാൽ അവൻ്റെ വില്ല് ഉറച്ച് നിന്നു. അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. അതിൻ്റെ കാരണം എന്താണ്? അടയാളപ്പെടുത്തിയിട്ട് വായിക്കുക. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. എന്തൊരു വചനാണത്! യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ എങ്ങനെ ശക്തിപ്പെടുത്തിയെന്ന് പറയാ? തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. അതൊന്ന് വിഷ്വലൈസ് ചെയ്തേ. അതായത് ജോസഫ് ഇങ്ങനെ തോറ്റു നിൽക്കുകയാണ്. കർത്താവെ, എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മതിലിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ അനുഗ്രഹത്താൽ, പക്ഷേ എൻ്റെ ചുറ്റും നിന്ന് ശത്രുക്കൾ അമ്പെയ്യുകയാണ്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ അറിയാവുന്ന എന്താണ്? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ വേദനയിൽ കടന്നുകൊണ്ട് ഹല്ലേലൂയ പാടുക, ധ്യാനം കൂടുക, വചനമെടുത്ത് കൈ പിടിക്കുക. ആ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ, കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നുണ്ടെങ്കിൽ, യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ ആ ഉയർത്തിപ്പിടിച്ച കയ്യെ കയറി പിടിച്ചോളും. അതേ ഹല്ലേലൂയാ. യാക്കോബിൻ്റെ ദൈവം സ്വന്തം കൈകൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, വലിയ ബുദ്ധിമുട്ടുകളിലൂടെ, സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നിങ്ങൾക്കിന്ന് വേണ്ട ഏറ്റവും വലിയ ശക്തി, എനിക്ക് വേണ്ട ശക്തി ഇതാണ്. കർത്താവെ, എന്നെ ചുമ്മാ അങ്ങ് അനുഗ്രഹിച്ചാൽ പോരാ, എൻ്റെ ചുമ്മാ എൻ്റെ കൂടെ നിന്നാൽ പോരാ, എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങയുടെ ശക്തമായ കരം കൊണ്ട് എൻ്റെ കരത്തിൽ അങ്ങ് പിടിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. കൈ, കരം എന്തിൻ്റെ അടയാളമാണ്? അധികാരത്തിൻ്റെ അടയാളം. വൃക്ഷത്തിൻ്റെ മുമ്പിൽ മതിലുണ്ട്, മതിൽ നല്ല അധികാരം. അപ്പുറത്തുനിന്ന് വില്ല് കൊലച്ചു നിൽക്കുകയാണ്, അമ്പെയ്ത്തുകൾ വരുന്നുണ്ട്. അധികാരം അമ്പുകൾക്കല്ല, അമ്പെയ്തവർക്കല്ല. കരം, അധികാരം ആർക്കാണ്? ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം, യാക്കോബിൻ്റെ പാറയായ ഇടയൻ, എൻ്റെ ഈശോയ്ക്കാണ് എൻ്റെ മേൽ അധികാരം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 73-ാമത്തെ സങ്കീർത്തനം എടുക്കാമോ? 73-ാമത്തെ സങ്കീർത്തനം. കർത്താവിൻ്റെ കരം കൂടെയുള്ളതിനെക്കുറിച്ച്
നമ്മുടെ പ്രിയപ്പെട്ട ആസാഫ് പാടി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 73-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. സങ്കീർത്തനം 73, Psalm 73 verses 23 and 24. പെട്ടെന്ന് എടുത്തു വായിക്കാം. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്, അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഉറക്കെ വായിച്ചേ. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്, അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഈശോയുടെ കൂടെ. പടം നോക്കിയിട്ട് പറയൂ, ഇവിടെ ആയിരിക്കുന്നത്, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രോഗത്തിലും ഈ വേദനയിലും ഈ സങ്കടങ്ങളിലും ഈശോയുടെ കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ വേദനയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ അടുത്ത് നിൽക്കണം, എന്നോട് സംസാരിക്കണം, എൻ്റെ കയ്യെ പിടിക്കണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആസാഫ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ബോധ്യം തരികയാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്. കേട്ടതുണ്ടോ? എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല, എൻ്റെ സഹനങ്ങൾ മാറിയിട്ടില്ല, എൻ്റെ ഭയങ്ങൾ മാറിയിട്ടില്ല, ഞാൻ ഇപ്പോഴും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, എങ്കിലും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ കൂടെ നിൽക്കുന്ന ആസാഫിന് കർത്താവ് കൊടുക്കുന്ന ഒരു അനുഗ്രഹം, അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു. ജോസഫിനോട് കുറിച്ച് നമ്മൾ ചിന്തിച്ചുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. അവിടുത്തെ കരം കൊണ്ട് അവിടുന്ന് എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഈശോയ്ക്ക് വലിയൊരു അധികാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുത്താൽ, മത്തായി 28:18 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? ഈശോയ്ക്ക്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരം എന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളുടെ മേലും നമ്മുടെ പ്രതിസന്ധികളുടെ മേലും ഒക്കെ അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനം 24-ാം വാക്യം ഇങ്ങനെയാണ്: ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. ഉപദേശം തന്ന് കർത്താവ് എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. എന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പാണ്, നമുക്കൊരു ഉറപ്പാണ്, ഈ വീണ് കിടക്കുന്ന എന്നെ, ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന എന്നെ, എൻ്റെ മേൽ അധികാരം ഏറ്റെടുത്ത് എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകിക്കൊണ്ടൊരു കരം, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവിടുത്തോട് കൂടെയാണ്. അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നു, എന്നെ മുന്നോട്ട് നയിക്കുന്നു, എന്നെ മഹത്വത്തിലേക്ക്, ഈ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എൻ്റെ കർത്താവ് നയിക്കും. 139-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം, പെട്ടെന്ന് വരും. 139-ാം സങ്കീർത്തനം. നമ്മുടെ മേൽ കരമുള്ള, നമ്മുടെ മേൽ അധികാരമുള്ള ആ ഈശോ നമ്മുടെ ജീവിതത്തിൽ തുടക്കം മുതൽ ചെയ്യുന്നൊരു കാര്യം. ഏശയ്യാ 44 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതുപോലെ തന്നെ 139-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. 14-ാമത്തെ വാക്യം കൂടെ വായിച്ചു: ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനം ഇങ്ങനെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചേ: എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം അനുഭവിച്ചു പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ജനനം മുതലേ. ഒന്നുകിൽ ആളുകൾ നമ്മളെ ലേബൽ ചെയ്യും, നമ്മളെ ബ്രാൻഡ് ചെയ്യും, നമ്മളെ കമ്പയർ ചെയ്യും. ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് കേൾക്കുന്ന, ബോധമില്ലാത്ത ചെവികളിൽ മുഴങ്ങി കേൾക്കുന്ന ചില ലേബലിങ്ങുകളുണ്ട്. കറുത്തതാന്നും വെളുത്തതാന്നും സത്യഭാമയുടെ ആരാധകരൊക്കെ നമ്മളെ വിളിക്കും, അല്ലേ? കറുത്തത്, വെളുത്തത്, അപ്പനെ പോലെ വളഞ്ഞ മൂക്ക്, അമ്മയെ പോലെ പിരിഞ്ഞ മുടി. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു ബ്രാൻഡിങ്ങിലേക്ക് വരിക. സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേനും പിന്നെ നമ്മളെങ്ങ് അടിച്ചങ്ങ് ഒതുക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് നന്നായിട്ട് പഠിക്കാനല്ല പറയുന്നത്, പിന്നെയോ സ്കൂളിൽ പോയിട്ടുള്ളവരെല്ലാവരും പറ, സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് നന്നായിട്ട് പഠിക്കാനല്ല പറയുന്നത്. നിങ്ങൾ മാതാപിതാക്കൾ, കുരുട്ടുബുദ്ധിയുള്ള മാതാപിതാക്കൾ, ദുഷ്ടരായ മാതാപിതാക്കൾ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ശരിക്കും പഠിക്കാനൊന്നും അല്ല പറയണം, ആണോ? നല്ല മാതാപിതാക്കളാണ്. ആഹാ, എന്തൊരു രസം കാണാൻ, അവനെ കണ്ട് പഠിക്കും, അല്ലേ? അവള് പഠിക്കും, അപ്പുറത്ത് അവൻ പഠിക്കുന്നു, അവൾ പഠിക്കുന്നു. ചെറുപ്പം മുതലേ ഒന്നുകിൽ നമ്മളിങ്ങനെ ബ്രാൻഡഡായി, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അപ്പൻ്റെ മോനാണ്, അമ്മ കൈയും കെട്ടി നിൽക്കുകയാണ്, അപ്പം പറയാം നിൻ്റെ കൊച്ചാണ്, ഒന്നും അറിഞ്ഞില്ല, ആരും ഒന്നും അറിഞ്ഞില്ല. ബ്രാൻഡിങ് ആണ് ചെറുപ്പം മുതലേ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളുടെ റൂട്ട് കോസിൽ കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുകാലങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെന്നിട്ട് ഒന്നും റിപ്പയർ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുകാലങ്ങളിലേക്കും എല്ലാ കാലത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഈശോയെ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കുക. ഈശോയ്ക്ക് എല്ലാം ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ചെറുപ്പം മുതൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണെന്നൊരു വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ശരിയാണോ? തലയാട്ടു,
പാമ്പാടിയിൽ തലയാട്ടുന്നത് നേരത്തേക്ക് ഇവിടെ ധ്യാനം കൂടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തലയാട്ടിയാൽ ഇവിടെ യെസ് എന്നല്ല അർത്ഥം, ഇങ്ങനെ തലയാട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ചെറുപ്പം മുതലേ ഇത് കേട്ടിട്ടുണ്ട്. ഏത് പ്രായത്തിലെത്തുമ്പോഴും നമ്മുടെ തല താഴ്ത്തി കളയുന്ന, നമ്മുടെ ഇങ്ങനെ കോംപ്ലക്സുകളിലേക്ക് നയിക്കുന്ന ഈ ബ്രാൻഡിങ് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു. നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, മൂക്ക് അങ്ങനെ ഇരിക്കുന്നു, കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നു, കൃഷ്ണമണി കറുത്തതാണ്, പിന്നെ അതെങ്ങനെ ഇരിക്കും. നല്ല രസമുള്ള പൂച്ചക്കണ്ണുള്ളവർ പോലും ചീത്ത കേട്ടിട്ടുണ്ട്, മ്യാവും മ്യാവും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കളിയാക്കപ്പെട്ടിട്ടുണ്ട് ചെറുപ്പം മുതലേ. പൊക്കം കുറഞ്ഞതിൻ്റെ പേരിൽ, പൊക്കം കൂടിയതിൻ്റെ പേരിൽ, വണ്ണം കൂടിയതിൻ്റെ പേരിൽ, വണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ വി വെയർ ബ്രാൻഡഡ് ഫ്രം ചൈൽഡ്ഹുഡ്. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കൊള്ളത്തില്ലെന്നൊരു ചിന്ത ഉള്ളിലോട്ട് വന്നു. എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുന്ന കോംപ്ലക്സുകളാണ്. കുറച്ചങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സ്കൂൾ പഠനം ഒക്കെ എത്തുമ്പോഴത്തേന് ഈ ലേബലിംഗ് ആണ്. അവരെ നോക്കി പഠിക്കുക, അവരെ പോലെ ആവുക, അവരെ പോലെ ആയാൽ എന്നാ, അവർക്ക് ഇതേ സാഹചര്യം അല്ലേ, നിനക്ക് ഇത്രയും മുറിയില്ലേ, അവർക്കൊരു മുറി പോലും ഇല്ല, എന്നിട്ടാണോടാ മറ്റേ എന്നാ എല്ലിനിടയിൽ എന്നാ കയറുന്നത്, തിന്നിട്ട് എനിക്കറിയില്ല, അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല, തിന്നിട്ട് എങ്ങനെ എല്ലിനിടയിൽ കയറുന്നത് കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. തിന്നിട്ട് എല്ലിനിടയിൽ കയറുകയല്ല. നിങ്ങളോട് അങ്ങനെ ചോദിക്കുന്നവരോട് ചോദിക്കണം, അതെങ്ങനെയാണ്, ഹൗ 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 എന്ന് ചോദിക്കണം. ഇങ്ങനെ തിന്നിട്ട് എല്ലിനിടയിൽ കയറുന്നത് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ ബ്രാൻഡഡ് ആവുന്നു, ലേബിൾഡ് ആവുന്നു. വേറൊരു പ്രശ്നമാണ് അതിനോട് ചേർത്ത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യപ്പെടാൻ, കമ്പാരിസൻ്റെ ഇരയായിട്ട് മാറുകയാണ്. കമ്പാരിസൻ്റെ ഇര നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ഒരു ചിന്ത വരികയാണ്, ഞാൻ അവനെപ്പോലല്ല, ഞാൻ അവളെപ്പോലെ അല്ല, ഞങ്ങളുടെ വീട് അപ്പുറത്തെ പോലെ അല്ല. നമുക്ക് ഈ മലയാളികൾക്ക് കടം വരുന്നതിൻ്റെ വലിയൊരു കാരണം ഈ കമ്പാരിസണാണ് അല്ലേ? അയ്യോ ആണോ? മര്യാദ കയറി കിടക്കാനൊരു വീടുണ്ട്, എന്തിനാ പുതുക്കി പണിതെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയത്തില്ല. ഞാനിത് ബ്രാൻഡ് ചെയ്യല്ല, ലേബൽ ചെയ്യല്ല, പക്ഷെ നമ്മൾ പലരും ആവശ്യമില്ലാത്ത വീട് പണിത് വെച്ചിട്ടുണ്ട്. ശരിയാണോ? ഉണ്ടെന്ന് തോന്നുന്നു. 3 പേരെ വീട്ടിലുള്ളൂ, പക്ഷേ ആ വീട് പണിയാനുള്ള വലിയൊരു പ്രചോദനം അപ്പുറത്തൊരു വീടുണ്ടായി എന്നുള്ളതാണ്. നമുക്ക് വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പലപ്പോഴും നമുക്കൊരു നല്ല വണ്ടിയുണ്ട്, ആൾട്ടോ 800 ഉണ്ട്, മതിയായിരുന്നു, വെറുതെ ഫോക്സ് വാഗൺ മേടിക്കാൻ നിന്നു. എന്നാ സർവീസിന് തന്നെ എന്നാ ചാർജാ, അല്ലേ? ആവശ്യമൊന്നുമില്ലാന്ന്. കാരണം അപ്പുറത്തവൻ പിന്നെ ടൊയോട്ട മേടിച്ചപ്പോൾ നമ്മൾ ഫോക്സ് വാഗൺ മേടിക്കണ്ടേ? കമ്പാരിസൻ്റെ ഇരയായി നമ്മൾ നമ്മുടെ തന്നെ അടിത്തറ ഇളക്കി കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു അപകടം. നമ്മൾ അവരെ പോലെ ആകാൻ ശ്രമിച്ച്, അവരെ പോലെ അല്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ ഒരു നന്മയുണ്ടാവും. പക്ഷേ സംഭവം ഉള്ളിൽ നടക്കുന്നത് എന്താ, ഞാൻ അങ്ങനെയല്ല എന്ന് ചിന്തിച്ച് എന്നെ കൊള്ളത്തില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഒത്തിരി മുറിവുകളെയൊക്കെ അതിജീവിച്ച് വന്നവരാണ്. പക്ഷേ ഈ ജനറേഷന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷന്, അടുത്തൊരു ജനറേഷന് ഇതൊന്നും താങ്ങാനുള്ള മൈൻഡൊന്നുമില്ല. അവർക്ക് അതൊന്നും താങ്ങാനുള്ള ഒരു മൈൻഡും ഇല്ല. നമ്മൾ വിചാരിക്കും അവർ മസ്ലിം പിടിച്ച് നടക്കുകയാണ്, തല പൊക്കി പിടിച്ച് നടക്കുകയാണ്. ചുമ്മാതാണ്. ഒരു കുഞ്ഞു സഹനത്തെ പോലും താങ്ങാനുള്ള ശേഷിയില്ല. പട്ടിണി കിടന്നിട്ടുണ്ട് നിങ്ങൾ പലരും അല്ലേ? പട്ടിണി തപസ്സിൻ്റെ സമയത്തല്ല, ശരിക്കും പട്ടിണി കിടന്നിട്ടുണ്ട്. ഇല്ലാണ്ട് 2 മുണ്ടും 2 ഷർട്ടും മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ ഷർട്ട് മേടിച്ച് തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുള്ള ജനറേഷനാണ്. ശരിയാണോ? ഫോണെന്നുള്ളത് FONE ആണെന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ദാരിദ്ര്യം നമുക്കുണ്ട്. ഇന്ന് ഫോണ് 3 എണ്ണം ഉണ്ടെങ്കിലും ഒരു ഫോണും കൂടെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. നമ്മുടെ ജനറേഷൻ, നിങ്ങളുടെ മുമ്പിലുള്ള ജനറേഷൻ അങ്ങനെയാണ്. മനസ്സത്രേ ഉള്ളൂ. ഇഷ്ടം പോലെ വായിക്കുന്നുണ്ടാകാം, ഇഷ്ടം പോലെ സിനിമകൾ കാണുന്നുണ്ടാകാം, ലോകം കുറേ പരിചയപ്പെടുന്നുണ്ടാകാം, പക്ഷെ മനസ്സ് കുഞ്ഞാണ്. നമ്മൾ ഒത്തിരി കട്ടി പിടിച്ചവരാണ് കഴിഞ്ഞൊരു തലമുറ. നിങ്ങൾ എന്തിനേയും അതിജീവിക്കും. പക്ഷെ നിങ്ങളും ഈ താരതമ്യത്തിൻ്റെ, ഈ കമ്പാരിസൻ്റെ ഒക്കെ വിഷം അനുഭവിച്ചുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ അടുത്ത ജനറേഷനെ, കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് കമ്പയർ ചെയ്തവരെ കൊല്ലരുത്. ഞാൻ യുവജനങ്ങളുടെ ഇടയിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒക്കെ ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയാണ്, ഇപ്പോൾ മിനിങ്ങാന്ന് ഞാൻ പുറത്തൊരു രാജ്യത്തുനിന്ന് വന്നോളൂ, യുവജനങ്ങളുടെ ഇടയിൽ ധ്യാനിപ്പിച്ച് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ എത്ര സോഫിസ്റ്റിക്കേറ്റഡ് കൺട്രിയിലായാലും ഇവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്ര സാമ്പത്തികമായിട്ട് മുമ്പിൽ നിൽക്കുന്നു, എഡ്യൂക്കേഷനായിട്ട് മുമ്പിൽ നിൽക്കുന്നു, ആരോഗ്യപരമായിട്ട് മുമ്പിൽ നിൽക്കുന്നു, അവിടെയും അനുഭവിക്കുകയാണ് ഈ പ്രശ്നം. ബ്രാൻഡിങ്. നീ ഇങ്ങനെയാണ്, നീ അങ്ങനെ അല്ല, നീ അവരെ പോലെ അല്ല, നമ്മൾ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ ഉള്ളിലോട്ട് ഈ കോംപ്ലക്സ് മുഴുവൻ കയറി നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ അറിയാതെ അവരെ വിടുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് തന്നതാണ്? ഈശോ തന്നതാണ്. നിങ്ങളുടെ ഈ ജീവിതം ആര് തന്നതാണ്? ഈശോ തന്നതാണ്. കമ്പയർ ചെയ്ത് കോംപ്ലക്സുകൾ വളർത്തി നല്ലൊരു ജീവിതത്തെ കുഞ്ഞാക്കി കളയരുത്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
ആ ഒരു ബോധ്യത്തിലാണ് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകമായിട്ട് മാറേണ്ടത്. 14-ാമത്തെ വാക്യം, 139 സങ്കീർത്തനം 14-ാം വാക്യം ഉറക്കെ വായിക്കണം. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അത് അടയാളപ്പെടുത്തിയിടണം, ബൈബിളിലല്ല, നിങ്ങളുടെ ചങ്കില അത് അടയാളപ്പെടുത്തിയിടണം. നാളെ നിങ്ങളെ കളിയാക്കുമ്പോൾ, നാളെ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, ഒരുപക്ഷെ കഴിഞ്ഞൊരു കാലത്തിൽ ഇങ്ങനെ ചില താരതമ്യങ്ങളുടെ, ചില കളിയാക്കലുകളുടെ ഇരയായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ചങ്ക നിവർത്തി പിടിച്ചുകൊണ്ട്, തലയുയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞേക്കണം, എൻ്റെ കർത്താവ് എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്? ആസ് എ മിറക്കിൾ, ഒരത്ഭുതമായിട്ട്, വിസ്മയനീയമായിട്ട് എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചു. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നീ കൊള്ളത്തില്ലെന്ന് ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, അപ്പനും അമ്മയും പറഞ്ഞു, മക്കൾ വരെ മാതാപിതാക്കളെ നോക്കി ഈ അപ്പനെ കൊള്ളത്തില്ല, ഈ അമ്മയെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു ബ്രാൻഡ് ചെയ്തു. ചങ്ക് പൊടിഞ്ഞു പോകുന്ന വേദനയോടെ നിങ്ങൾ കടന്നു പോവാണ്. എന്തോ ആവട്ടെ, ആ വേദനിപ്പിച്ച കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമുക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. ഒറ്റ ബോധ്യം, എന്നെ എപ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശോ എന്നോട് പറയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ചുമ്മാതല്ല, ആസ് എ മിറക്കിൾ, വിസ്മയനീയമായി സൃഷ്ടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വാക്യം കൂടെ, 16-ാമത്തെ വാക്യം കൂടെ വായിക്കുക. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എന്നെ കണ്ടു ഒരാൾ. ഞാൻ കറുത്തതാന്ന് ആളുകൾ പറഞ്ഞു, ഞാൻ വെളുത്തതാന്ന് ആളുകൾ പറഞ്ഞു, എനിക്ക് പൊക്കം കുറവാണ്, എനിക്ക് പക്ഷെ എന്നെ കണ്ട ഒരാളുണ്ട്. ആര്? ഈ പൊക്കം കുറഞ്ഞ എന്നെ ആര് കണ്ടു? ഈശോ കണ്ടു. ഈ സൗന്ദര്യമില്ലെന്ന് ആളുകൾ പറഞ്ഞ എന്നെ ആര് കണ്ടു? ഈശോ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനിതിന് ഈ തപസ്സിന് ഈ വലിയ മൂത്തവരോട് ഇതൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ വിഷമങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിതൊന്നും പറയില്ലല്ലോ. ഈ വിഷമങ്ങളൊക്കെ നമ്മളുടെ കൂടെയൊക്കെ കടന്നു പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പിന്നെ താരതമ്യം ചെയ്യുക, ഇങ്ങനത്തെ കളിയാക്കൽ വരിക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ അച്ഛൻ ഇവിടെ എയറിൽ നിന്ന് സംസാരിക്കുന്നു ചിലപ്പോൾ തോന്നും. ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുഭവം പറഞ്ഞുതരാം. വലിയ സാക്ഷ്യമൊന്നുമല്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു വലിയൊരു ആത്മവിശ്വാസം കിട്ടിയ, കുറേ സമയമെടുത്തു അത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളങ്ങനത്തെ സങ്കടങ്ങളൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് എനിക്ക് ഒരുപാട് പേരെന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ചേച്ചി എന്നോട് പറഞ്ഞു, എന്നാന്ന് വെച്ചാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള മുഖങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഞാൻ കണ്ണാടി നോക്കുമ്പോഴത്തേനും ഞാൻ 10ാം ക്ലാസ് വരെ കണ്ട മുഖമല്ല എൻ്റെ മുഖം. വൈകി എത്തിയ കൗമാരമാണോ നേരത്തെ എത്തിയ യൗവനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഖക്കുരു എന്നെ ശക്തമായി ആക്രമിച്ചു. ഓരോ മുഖക്കുരുവിനോടും ഞാൻ പറഞ്ഞു, അരുതേ, ഇനിയും വളരരുതേ. എൻ്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ട് മുഖക്കുരു പൂർവാധികം ശക്തിയോടുകൂടി വളർന്നു. എനിക്ക് സങ്കടമായി. സങ്കടം തീർക്കുന്നത് എങ്ങനെയാണ്? ഞുള്ളിപ്പറിച്ച് ഞാൻ വീട്ടിലുള്ള സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷകളൊന്നായിരുന്നു, ഇപ്പോൾ ധ്യാനിപ്പിക്കുകയാണ്, പണ്ടത്തെ എൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷയായിരുന്നു കണ്ണാടി നോക്കി കുരു പൊട്ടിക്കുക. നിങ്ങളും അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ സാരമില്ലടാ, നിന്നെക്കാട്ട് സൗന്ദര്യം ഇല്ലാത്ത എത്രയോ പേരുണ്ടാന്ന്. അങ്ങനെയാണോ പ്രോത്സാഹിപ്പിക്കണ്ടേ? നിന്നെക്കാട്ട് സൗന്ദര്യം ഇല്ലാത്ത എത്ര പേരുണ്ട്, ഡോണ്ട് പറയുന്നു. അവളുടെ ഒരു പ്രോത്സാഹനം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമല്ല, മുഖക്കുരു പൊട്ടിച്ചാൽ മുഖക്കുരുവിൻ്റെ പാടും വരും. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി പോയപ്പോഴും എന്നെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. നമുക്ക് ഭയങ്കര കോംപ്ലക്സുകൾ, ഒത്തിരി തരത്തിലുള്ള കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. പബ്ലിക്കിൽ നിൽക്കാനുള്ള പേടി, പല കാരണങ്ങൾ കൊണ്ട്, സ്റ്റേജ് ഫിയർ ഒക്കെ ഒത്തിരി ഉണ്ടാകും. ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരുമെന്ന്. ഞാൻ വീട്ടിൽ അവധിക്കൊക്കെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ അമ്മയോട് പറയായിരുന്നു. പണ്ട് തമാശക്കൊക്കെ നമ്മൾ പറയാം, തവിട് കൊടുത്ത് മേടിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഞാൻ അമ്മയോട്, വേറെ ആരോടും പോയി പറയാൻ പറ്റില്ല, അമ്മയോട് ഞാൻ അങ്ങനെ പോയി പറയാം, അമ്മ സത്യമായിട്ട് ഞാൻ ഈ വീട്ടിലെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മയോട് പറഞ്ഞത് എനിക്ക് നല്ല ഉറപ്പാന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാൻ കാരണം അമ്മയും ചാച്ചനും ഒക്കെ നല്ല തങ്കക്കൂടം പോലെ ഇരിക്കുന്നു, നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുന്നു. ചേച്ചി നല്ല ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നു, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് പോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ പക്ഷേ ഇച്ചിരി ഉണങ്ങി കുരഞ്ഞൊക്കെ ഇരിക്കുന്നു, കവളൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മ എനിക്കൊരു ഇതില്ല, ഈ വീട്ടിലാണോ എന്ന് എനിക്ക് സംശയം തോന്നും. ചാച്ചനെ കണ്ട ഋതിക് റോഷനെ പോലെയും എന്നെ കണ്ട ധൃതിക്ക് റേഷൻ മേടിക്കാൻ പോയ പോലെയൊക്കെ ഇരിക്കുന്നു. അമ്മയെ കണ്ടാൽ നല്ല പഴയ ഉർവശീനെ പോലെയൊക്കെ ഇരിക്കുന്നു. ഞാൻ ഊർവശി എന്ന് പാടുന്ന പോലെ ഇരിക്കുന്നു. ചേച്ചിയെ കണ്ടാൽ നല്ല തമ്പുരാട്ടിയെ പോലെ, എന്നെ കണ്ടാൽ തമ്പുരാൻ ആട്ടിയതുപോലെയും ഒക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു. അന്ന് ഭയങ്കരമായിട്ട് കവളൊക്കെ ഒട്ടിയതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കവളൊട്ടി, നിങ്ങളുടെയൊക്കെ കവള് തൊടുത്തിരിക്കുന്നു. അമ്മ പറഞ്ഞു, വല്യപ്പച്ചൻ്റെ മുഖം അങ്ങനെ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൽ
വെല്ലിച്ചാച്ചൻ്റെ മുഖം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അഭിമാനിക്കൂ ഭാരതമേ എന്ന് പറഞ്ഞു. കണ്ണ് കുഴിയിലെ അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു, അത് ചിന്തിക്കുന്നവരുടെ കണ്ണ് അങ്ങനെയാന്ന് പറഞ്ഞു. നല്ല അമ്മ, പ്രോത്സാഹനത്തിൻ്റെ അതിപ്രസരം കാരണം ഞാൻ അതിൽ നിന്നു. എന്നെ സങ്കടപ്പെടുത്തി ഇതിങ്ങനെ പബ്ലിക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നി. ഞാൻ പബ്ലിക്കിലോട്ടൊക്കെ വരാണ്ടൊക്കെ പല കാരണങ്ങളുണ്ട്. സെമിനാറിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പബ്ലിക്കിലോട്ട് വരാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മളെപ്പോഴും യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉണങ്ങിയിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, കണ്ണ് കുഴിയിലിരിക്കുന്നു, കവിളൊട്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഇത് പനി പിടിച്ചുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ നല്ല സുന്ദരനാ എന്നാ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായമൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണത്. എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, പല സമയത്തും ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിൽക്കാൻ അവസരം കിട്ടിയിട്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതാൻ ഇഷ്ടമായിരുന്നുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്കൊക്കെ പോയി പുറകിലിരിക്കാമല്ലോ, ഒളിച്ചിരിക്കാം, കർട്ടൻ വലിക്കാൻ നിൽക്കാം, സംവിധാനം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ സെമിനാറിലെ നാടകത്തിൻ്റെ സമയത്തൊക്കെ കൂടുതലും പബ്ലിക്കിലോട്ട് വരാണ്ട് ഉള്ളിൽ തന്നെ ഇരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ പല പരിപാടികളൊക്കെയാണ്. എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയ ഒരു വചനഭാഗം വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നൊരു വചനഭാഗമാണ് എൻ്റെ പള്ളിപ്പേര് തോമസ് എന്നാണ്. ഇപ്പം തോമസ് ലീഹായെ വലിയ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടമല്ല. പൗലോസ് ലീഹ കഴിഞ്ഞാൽ എനിക്ക് തോമസ് ലീഹായെ ഭയങ്കര ഇഷ്ടമാണ്. പൗലോസ് ലീഹ, യോഹന്നാൻ ലീഹ കഴിഞ്ഞാൽ പേരിന് കാരണബോധനായതുകൊണ്ട് തോമസ് ലീഹയോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഈ തോമസ് ലീഹയുടെ ഒരു എപ്പിസോഡ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-21 വായിക്കുന്നുണ്ട്. ഇപ്പോൾ തോമസ് ലീഹയുടെ നിർബന്ധപ്രകാരം ഈശോ ഇങ്ങനെ വരുന്നുണ്ട്. വന്ന് തോമസ് ലീഹയോട് തന്നെ പറയണേ, നീ എൻ്റെ അടുത്തോട്ട് വാ, എൻ്റെ മുറിവുകൾ കാണ്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. നമ്മളൊരു സ്പിരിച്വൽ സെൻസ് ചിന്തിക്കുമ്പോൾ നോക്കിയാൽ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ മാറ്റിമറിച്ച് വലിയൊരു അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. റെസറക്റ്റഡ് ക്രൈസ്റ്റ്, ഗ്ലോറിഫൈഡ് ക്രിസ്തു, ഈശോ ജീവിക്കുന്നവനായിട്ട് ദൈവമായിട്ട് ഡിവിനിറ്റി എൻ്റെ ഫുൾനെസ്സിൽ പ്രൂവ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തോമസ് ലീ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേന്നൊക്കെ വിളിച്ച് ഈശോയുടെ ഡിവിനിറ്റി മുഴുവൻ വിളിച്ചു പറയുന്നൊരു സമയമാണ്. ആ വലിയൊരു ആത്മീയ സത്യം അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, എന്നെ അത് വളരെ മാനുഷികമായ രീതിയിൽ എന്നെ ഒരു സൗഖ്യപ്പെടുത്തിയത്. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ ഒരു സങ്കടങ്ങളിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഐ ടെൽ യു, അച്ഛൻ തരുന്നൊരു കോൺഫിഡൻസ് അല്ല, മുറിവേറ്റ ഈശോ നിങ്ങളുടെ ഉള്ളിലോട്ട് തരുന്ന ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കണം. ഈശോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മുറിവിൻ്റെ പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിയാണോ? ഇത് ചിന്തിച്ചു നോക്കണേ. നെഞ്ചിലെ ആ മുറിവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, കയ്യിലെ മുറിവും കാലയിലെ മുറിവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൂക്കാ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ കാലിലെ മുറിവ് കാണാനാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമസിലോട് പറയും, എൻ്റെ കയ്യിലെ മുറിവും കാണ്, ഇവിടെ കൊണ്ട് കയ്യും വെക്കാൻ പറയുന്നുണ്ട്. തോമസിലെ കയ്യൊന്നും വെക്കുന്നില്ല, ഈ മുറിവ് കണ്ടോളാനാണ് പറയണത്. ശ്രദ്ധിച്ചത് ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ എന്നെ വളരെയധികം സൗഖ്യപ്പെടുത്തിയ എൻ്റെ ഉള്ളിലോട്ട് വല്ലാത്തൊരു ബൂസ്റ്റ് എനർജി, എനിക്ക് മുഖം തെളിഞ്ഞു കിട്ടിയൊരു സമയമാണത്. അതായത് എൻ്റെ ഈശോയ്ക്ക്, നമ്മുടെ ഈശോയ്ക്ക് എന്ത് അത്ഭുതം ചെയ്യാം. സത്യമല്ലേ? എന്ത് അത്ഭുതം ചെയ്യാം. ഈശോയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കൊണ്ടുവരാം, എൻ്റെ ഷേപ്പ് തെറ്റിയ ശരീരത്തെ നേരെയാക്കാം, എൻ്റെ നിരതെറ്റിയ പല്ലുകളെ നേരെയാക്കാം, എൻ്റെ പൊസിഷൻ തെറ്റിയ എൻ്റെ കണ്ണുകളെ നേരെയാക്കാം, എൻ്റെ വളഞ്ഞ മൂക്കിനെ നേരെയാക്കാം, എൻ്റെ നിറത്തെ മാറ്റിയെടുക്കാം, എൻ്റെ മുഖക്കുരു മാറ്റിയെടുക്കാം, എൻ്റെ പാടുകളെ മാറ്റിയെടുക്കാം, എൻ്റെ ഡിഫക്റ്റുകളെ, എൻ്റെ മുടന്തുകളെ, എൻ്റെ കുറവുകളെ എല്ലാം ഈശോയ്ക്ക് മാറ്റിയെടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സത്യമല്ലേ? നമ്മുടെ രോഗപീഠകളെല്ലാം, നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകളെല്ലാം ഈശോയ്ക്ക് മാറ്റിയെടുക്കാം. ആ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്നാൽ ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈശോ ചെയ്ത വലിയൊരു കാര്യമാണ്, ഈ മുറിവ് മായ്ച്ചു കളഞ്ഞില്ല. നിനക്കിത് മനസ്സിലാവോ? ഈശോയ്ക്ക് വേണമെങ്കിൽ ഈശോയുടെ കയ്യിലെ മുറിവ് സിമ്പിളായിട്ട് മായ്ച്ചു കളയാം. ദൈവമാണ്, എന്തും സാധ്യമാണ്. നെഞ്ചിലെ മുറിവ് മായ്ച്ചു കളയാം. 2, ഇനി മായ്ച്ചില്ലേലും ഇതൊക്കെ വേണം ഈശോയ്ക്ക് മറച്ചു പിടിക്കത്തില്ലേ? ഈ കുറവുകളെ, ഈ മുറിവുകളെ മറച്ചു പിടിക്കത്തില്ലേ? വേണേ പത്രോസിന് ചോദിക്കത്തില്ലേ? തോമാസിലേക്ക് ചോദിച്ചിട്ടില്ലേ? ശരിക്കും കർത്താവാണോ? എന്നിട്ട് ഈ മുറിവ് മാറാത്തെ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ലെന്നാണല്ലോ ഞങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിരിക്കുന്നത്. ജോബ് 42:2, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. കർത്താവിന് ഒന്നുകിൽ ഇത് മായ്ച്ചു കളയില്ലെങ്കിൽ മറച്ചു പിടിക്കാം. ഈശോ മായ്ച്ചും കളഞ്ഞില്ല, മറച്ചും പിടിച്ചില്ല. മാത്രമല്ല, വന്ന് കാണടാ എൻ്റെ മുറിവെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോയ്ക്ക് അത് ചെയ്യാമായിരുന്നു, എന്നിട്ട് ഈശോ അത് ചെയ്തില്ലെങ്കിൽ ഈശോയുടെ കൂടെ നടക്കുന്ന നമുക്ക് ഇച്ചിരി മുറിവുകളോ ഇച്ചിരി കുറവുകളോ ഉണ്ടെങ്കിൽ നമ്മൾ തല താഴ്ത്തി പിടിക്കുകയല്ല. അതിൻ്റെ പേരിൽ ആളുകൾ നമ്മളെ ബ്രാൻഡ് ചെയ്തിട്ടോ കളിയാക്കിയിട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നേരെ ഒരു വിധി കൽപ്പിച്ചിട്ട് ഞാൻ കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എന്നെ കേൾക്കാൻ കൊള്ളത്തില്ല, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് പറഞ്ഞ് തലകുമ്പിട്ട് നടക്കുകയല്ല. നിവർന്ന് നടന്നോണം. കാരണം മുറിവ് മായ്ക്കാനും മുറിവ് മറച്ചു പിടിക്കാനും പറ്റുന്ന ഒരു ഈശോ അത് മായ്ച്ചും കളഞ്ഞില്ല, മറച്ചും പിടിച്ചില്ല. വന്ന് കണ്ടോളാൻ പറഞ്ഞു. ഈശോയുടെ മക്കള് ഈശോയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ തല ഉയർത്തി പിടിച്ച് ഇച്ചിരി കുറവുണ്ടെങ്കിൽ ആയിക്കോട്ടെ,
എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന് പറഞ്ഞു നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിപ്പോഴും അങ്ങനെ നടക്കുന്നു. നമുക്ക് നമ്മുടെ കുറവുകളിലേക്ക് നോക്കി നിൽക്കാൻ നേരമില്ല, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആ ബ്രാൻഡിങ്, ആ ലേബലിങ്, ആ കമ്പാരിസൺസ്, ആ വേദനകൾക്കൊക്കെ ഉണ്ടായ മുറിവുകളെ ഓർത്ത് നോക്കി. ഒന്നുകിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ തലകുമ്പിട്ട് നടക്കാം. ചിലപ്പോൾ കുടുംബ പാരമ്പര്യങ്ങളുടെ പേരിലായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കഴിഞ്ഞ തലമുറ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാകാം, നിങ്ങൾ കളിയാക്കപ്പെടുന്നുണ്ടാകാം. മറച്ചും പിടിക്കാനില്ല, മായ്ച്ചും കളയാനില്ല. കാരണം ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണ്. വളരെ ശക്തിയോട് പറ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തകനോട് ചേർന്ന് നമ്മളിത് പറയുന്നു. അവിടുന്ന് തന്നെ എങ്ങനെ സൃഷ്ടിച്ചു? വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവർ പറയുന്ന അനുസരിച്ചല്ല, ഇവർ പറയുന്ന അനുസരിച്ചല്ല. എൻ്റെ കർത്താവ് എന്നെ കണ്ടു കഴിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം കിട്ടുന്നതിന് മുമ്പേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അതുകൊണ്ട് കളിയാക്കപ്പെടലിൻ്റെയോ ബ്രാൻഡിങ്ങിൻ്റെയോ ഇരയാവാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ഈശോയുടെ മക്കളാണ്. വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി 1:27 അവിടുന്ന് മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ കുറവുകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ കേൾക്കേണ്ടി വന്ന കളിയാക്കലിൻ്റെ വാക്കുകൾ ഈശോയ്ക്ക് കൊടുക്കുക. എവിടെയെങ്കിലും വെച്ചൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടു, നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു, നമ്മുടെ കുറവുകളുടെ പേരിൽ തഴയപ്പെട്ടു. അല്ലെ, ആരും മാറ്റി നിർത്തിയില്ലെങ്കിലും നമുക്ക് തന്നെ തോന്നി ഞാൻ കൊള്ളത്തില്ല, എൻ്റെ ജീവിതം വേസ്റ്റായിപ്പോയി, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, അവരെ പോലെ കഴിവില്ല, അവരെ പോലെ ഒരു കുടുംബ പാരമ്പര്യം എനിക്കില്ല, അവരെ പോലെ അല്ല ഞാൻ, എനിക്ക് അത്രയും പഠിക്കാൻ പറ്റണില്ല, അത്രയും ബുദ്ധിയില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മളോട് ആളുകൾ പറഞ്ഞതായിരിക്കാം, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വിധി തോന്നിയതായിരിക്കാം. വചനം അഭിഷേകത്തോടെ ഏറ്റെടുക്കുക. അവിടുന്ന് തന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞു. ഈശോ കാണുന്ന ഒരു ജീവിതമാണ്, ഈശോ നോക്കുന്ന ശരീരമാണ്, ഈശോ നോക്കുന്ന മനസ്സാണ്, ഈശോ നോക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തിൽ എന്തു കുറവുണ്ടെങ്കിലും ആ കുറവിനെ നിറവാക്കുന്ന, ആ നിറവിനെ അഭിഷേകമാക്കുന്ന, ആ അഭിഷേകത്തെ അനുഗ്രഹമാക്കുന്ന ഈശോയെ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.